Welcome to Facts and Favorites. നമ്മൾ ഇന്നത്തെ വീഡിയോ എറണാകുളം പെൻറ്റാമേനകയിലുള്ള ഓപ്പോ ഷോറൂമിലാണ്. ഈ വീഡിയോയ്ക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കൂടാതെ നമ്മൾ ഇനി തുടങ്ങിയുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഫാക്ട്സ് ആൻഡ് ഫേവറേറ്റ്സിൻ്റെ ടീഷർട്സ് കാണാൻ പറ്റും. ഞങ്ങളിനി ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഫാക്ട്സ് ആൻഡ് ഫേവറേറ്റ്സ് എല്ലാ വീഡിയോസിലും ഞങ്ങളുടെ ലോഗോ ഉള്ള ടീഷർട്ട് ഉപയോഗിച്ചായിരിക്കും ഞങ്ങളിനി വീഡിയോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പോ ഷോറൂമിൽ കാണാം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഓപ്പോ 8 മാർച്ചിന് ലോഞ്ച് ചെയ്യുന്ന രണ്ട് മോഡൽസാണ്. ഒന്ന് F19 പ്രോയും ഒന്ന് F19 പ്രോ പ്ലസും. അപ്പോൾ ഇതിൻ്റെ ബോക്സ് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് അൺബോക്സ് ചെയ്യേണ്ടത്? F19 പ്രോ ചെയ്യണോ, F19 പ്രോ പ്ലസ് ചെയ്യണോ, അതോ പ്രോ ചെയ്തിട്ട് നമുക്ക് പ്രോ പ്ലസ് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് പ്രോയിൽ നിന്ന് തുടങ്ങാം? ഓക്കെ, നമുക്ക് F19 പ്രോ പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് F19 പ്രോ പ്ലസ് അൺബോക്സ് ചെയ്യാം. നമുക്കൊരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് F19 പ്രോയുടെ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു അൺബോക്സിങ് വീഡിയോ ഫാക്ട്സ് ആൻഡ് ഫേവറേറ്റ്സിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്പോ ഷോറൂമുകളിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഫോൺ ബോക്സ് മാറ്റി വെച്ചിട്ട് ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. F19 പ്രോ പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് നമ്മളുടെ ഓപ്പോ F19 പ്രോ പ്ലസ്. ഈ കവേഴ്സ് എല്ലാം മാറ്റാം. ഇതിൻ്റെ അകത്ത് വരുന്നത് ഓപ്പോയുടെ ചാർജർ, ഒരു ഹെഡ്സെറ്റ്, കൂടാതെ അതിൻ്റെ ചാർജിങ് കേബിൾ. ഹെഡ്സെറ്റ് ഇപ്പോൾ കൂടുതലും പ്രൊവൈഡേഴ്സ് കൊണ്ടു തരുന്നില്ല, അവരുടെ ബോക്സിൽ വരുന്നില്ല. ബട്ട് ഓപ്പോ ആ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓപ്പോ പവർഡ് ബൈ ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർജർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാർജർ ഇതൊരു ഫാസ്റ്റ് ചാർജറാണ്, കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ ഹെഡ്സെറ്റ് നോക്കുമ്പോൾ ഓണാകുന്ന സമയത്ത് നമുക്ക് ഹെഡ്സെറ്റിൻ്റെ കാര്യം. ഹെഡ്സെറ്റ് നമ്മളുടെ ആപ്പിളിൻ്റെ എല്ലാം പോലത്തെ തന്നെ ഒരു ഹെഡ്സെറ്റാണ്. ഓപ്പോ ഇത് തന്നെയാണ് എല്ലാ പ്രോഡക്ട്സിലും കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഡാറ്റ കേബിൾ ഇതിലൊരു ഗ്രീൻ കളർ കാണുന്നില്ല, ബട്ട് USB-C ടൈപ്പാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, USB-C ടൈപ്പാണ്. ഇപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് F19 പ്രോയുടെ ഒരു പൗച്ച് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ച്, പിന്നെ ഒരു സിം എജക്ടർ. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇത് നമുക്ക് ഫിറ്റിംഗ് ചെയ്ത് നോക്കാം. ഇതാണ് പൗച്ച് ഇട്ട് കഴിഞ്ഞാലുള്ള ലുക്ക്. ഇതിൻ്റെ കളർ വളരെ ഡിഫറെൻ്റ് ആണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൗച്ച് ഇട്ട് കഴിഞ്ഞാലുള്ള ഫീൽ. അത് തന്നെ അത്യാവശ്യം നല്ല ഹാൻഡിയാണ്, വളരെ സ്ലിം ഫീലാണ് പൗച്ച് ഇട്ടിട്ട് പോലും. അപ്പോൾ ഇതാണ് F19 പ്രോ പ്ലസ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത ഫോണ്. നമുക്കിതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മെറ്റൽ ബോഡി പോലെ, ഇതുണ്ടോ, ഒരു സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം കോട്ടിംഗ് ഉള്ളൊരു ബാക്ക് പോലെയാണ്. ഇത് സ്പേസ് സിൽവർ കളറാണ്. രണ്ട് കളർ വേരിയൻ്റാണ് ഇതിൽ വരുന്നത്, സ്പേസ് സിൽവറും ഫ്ലൂയിഡ് ബ്ലാക്കും. നമുക്കിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അൺബോക്സ് ചെയ്യാൻ കിട്ടിയേക്കുന്നത് സ്പേസ് സിൽവറാണ് നിങ്ങൾ കാണുന്ന കളർ. ഇത് കംപ്ലീറ്റ് ഒരു മെറ്റൽ ഫിനിഷ് പോലെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ. പിന്നെ സൈഡിൽ കണ്ടാലും നമുക്ക് സ്റ്റീൽ റോഡ്സ് ഇതിൽ കാണാം. അത് സ്റ്റീൽ പ്രൊട്ടക്റ്റഡ് ആണ് എൻ്റെ സൈഡ് വരുന്നത്. അത്യാവശ്യം വീഴ്ചകളിൽ നിന്ന് ഫോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ടിലൊരു പഞ്ച് ഹോൾ ക്യാമറ കാണാം, സെൽഫി ക്യാമറ, ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ്. നേരത്തെ കണ്ടുപോലെ ഇതിൻ്റെ USB-C പോർട്ട്, 3.5 mm ജാക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് താഴെ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോ F19 പ്രോ പ്ലസിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് സൂപ്പർ AMOLED സ്ക്രീനാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുമ്പോൾ 6.4 ഇഞ്ചസ് സൂപ്പർ AMOLED സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട് 5G.
ഇത് ഡ്യുവൽ സിം 5G സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് ഓപ്പോ പ്രൊവൈഡഡ് ഓപ്പോ സ്മാർട്ട് 5G എന്ന് പറയും. ഓപ്പോ സ്മാർട്ട് 5Gയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസറിനനുസരിച്ചിട്ട് യൂസറിൻ്റെ ഡാറ്റ സിഗ്നൽ കൂടുതൽ ആവശ്യമുള്ള സമയത്ത് എന്ന് വെച്ചാൽ യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് 5G നെറ്റ്വർക്കിലേക്ക് ഇത് ലോഞ്ച് ആയിക്കോളും. അതുകൊണ്ട് തന്നെ യൂസർക്ക് മാനുവലി ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിന് ഓപ്പോ പറയുന്നത് ഓപ്പോ സ്മാർട്ട് 5G എന്നാണ്. ഇത് അത്യാവശ്യം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഡ്യുവൽ സിം 5G ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 5G സ്മാർട്ട് 5Gയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും 5G നെറ്റ്വർക്കിൽ ഇടാത്തത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് 5G വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം 5G നെറ്റ്വർക്കിലേക്ക് ലാച്ച് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാക്സിമം സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ സ്മാർട്ട് 5G കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോയുടെ പ്രോസസ്സർ നമുക്ക് വരുന്നത് അബൌട്ട് ഫോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം MediaTek Dimensity 800U ഒക്ടാകോർ പ്രോസസ്സർ. ഇതൊരു 2.4 GHz ഒക്ടാകോർ പ്രോസസ്സറാണ്. 7 നാനോമീറ്റർ എന്ന് വെച്ചാൽ ബാറ്ററി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ. കൂടാതെ 11% മോർ CPU പെർഫോമൻസ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ RAM വരുമ്പോൾ 8GB ഇൻറ്റേർണൽ മെമ്മറിയും 8GB റാമും 128GB ഇൻറ്റേർണൽ മെമ്മറിയുമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പോ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റിന് ആ ഒരു നിങ്ങൾക്ക് കാണാം ഇതിൽ 128GB ടോട്ടൽ സ്പേസും 8GB റാമും അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കളർ വോയിസ് വേർഷൻ 11.1 ആണ്. അപ്ഡേറ്റഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കളർ വോയിസ് ഓപ്പോയുടെയും ആൻഡ്രോയിഡ് നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെയും വേർഷൻ 11. പിന്നെ ഇതിൽ വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 7 നാനോമീറ്റർ പ്രോസസ്സർ കൊണ്ടും ഇതിൽ നമുക്ക് മാക്സിമം പവർ സേവ് ചെയ്യാൻ പറ്റും. പവർ സേവ് ചെയ്യുന്നതോടുകൂടി പിന്നെ ഇതിൻ്റെ ഡ്യുവൽ 5G പ്രോസസ്സിങ് ഈ ഒരു MediaTek പ്രോസസ്സർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ് 5G നെറ്റ്വർക്ക്സ്. പിന്നെ ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫോണിനാണ് 8GB 128GB വേരിയൻറ്റ്. ഓപ്പോയിൻ്റെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹയർ എൻഡ് 256GB ഇറക്കുമോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കിട്ടിയിട്ടില്ല. കോഴ്സ് ഇതിൻ്റെ ലോഞ്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സർ ആൻഡ് റാം ആൻഡ് റോം ഡീറ്റെയിൽസ്. ഇനി നമ്മളിതിൻ്റെ ക്യാമറ, എല്ലാവർക്കും വളരെ താല്പര്യം ഒരു ഫോൺ എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നതിൻ്റെ ക്യാമറ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ഇതിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 1 2 3 4 ഇതൊരു ക്യാമറയാണ്, ഇത് ഫ്ലാഷ്. അപ്പോൾ ഇതിൽ വരുന്ന ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്യാമറ. മെയിൻ ക്യാമറ 48 മെഗാപിക്സൽ ക്യാമറ, പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ ഡെപ്ത് സെൻസർ 2 മെഗാപിക്സൽ, പിന്നെ 2 മെഗാപിക്സൽ മാക്രോ ക്യാമറ. ഇത്രയും ക്യാമറയാണ് ക്വാഡ് സെറ്റപ്പിൽ ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു, ഡിസ്പ്ലേ നോക്കിയപ്പോൾ പഞ്ച് ഹോൾ ക്യാമറ 32 മെഗാപിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറ മീൻസ് സെൽഫി ക്യാമറയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ബാക്ക് ക്യാമറയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 മെഗാപിക്സൽ ക്യാമറയിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ചാൽ നമുക്ക് ലോ ലൈറ്റിലാണെങ്കിലും ഓപ്പോയുടെ AI ടെക്നോളജി കൊണ്ട് ഈ ഒരു 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ അത്യാവശ്യം വളരെ നല്ല ബ്രൈറ്റ്നസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ നോർമൽ ലൈറ്റ് കണ്ടീഷനിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ ഈ വാച്ചിൻ്റെ ഫോട്ടോ എടുത്താൽ നമുക്കിത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ, അത്യാവശ്യം നല്ല വളരെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഈ വാച്ച് കാണാൻ പറ്റുന്നതാണ്. ഇതൊരു ബേസിക് ലൈറ്റിൽ വേറെ സെറ്റിങ്സ് ഒന്നും മാറ്റാതെ ഇത് ഓട്ടോമാറ്റിക് AI ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇൻഡോർ ആണെന്ന് പറഞ്ഞ്. അപ്പോൾ AI ഇവിടെ എനേബിൾ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഇവിടെ ആയിട്ടാണ്. അപ്പോൾ AI എനേബിൾ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് ആണ് ഇതിൽ പറയുന്നത് AI നൈറ്റ് ഫോട്ടോഗ്രാഫി മാത്രമല്ല വീഡിയോയ്ക്ക് ഈ ഒരു ഫീച്ചർ ഓപ്പോ F19 Pro Plus അല്ലെങ്കിൽ പ്രോ ഇതിൽ കൊടുക്കുന്നുണ്ട്. AI എനേബിൾ ചെയ്താൽ നമുക്ക് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി വളരെ നല്ല രീതിയിൽ തന്നെ എന്ന് വെച്ചാൽ ബ്രൈറ്റായിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് AI ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സൂം ചെയ്തെടുത്തൊരു ഫോട്ടോ ആണ്, അല്ലാതെ നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നല്ല ഇതിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. ഇത് ട്രിപ്പിൾ ക്യാമറ അല്ല, അത് ഓർക്കുക. പിന്നെ പഞ്ച് ഹോൾ ക്യാമറ, ഫ്രണ്ടിൽ സെൽഫി ക്യാമറ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കാം. സെൽഫി ക്യാമറ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ബട്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഞാനിതിൽ ഒരു ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് ഈ ഫോട്ടോയുടെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എടുത്ത സെൽഫി ഫ്രണ്ട് ക്യാമറയിൽ എടുത്തത്. ഇത് അത്യാവശ്യം എന്നല്ല, വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു സെൽഫിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് കാണാം.
അവിടെ ഫേസിലുള്ള പാടുകൾ അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല, സൂപ്പർ ഫോട്ടോ ആയിട്ട് തന്നെയാണ് ഈ ഒരു സെൽഫി ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ OPPOയുടെ F19 Pro Plus'ൽ 32 മെഗാ പിക്സൽ ക്യാമറയുടെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിത് ഒരു നോർമൽ ഫോട്ടോ എടുത്തതാണ്, ഫ്രണ്ട് ഫേസിങ് ക്യാമറ വെച്ചിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് എല്ലാവരും അത്യാവശ്യം യൂസ് ചെയ്യുന്ന പ്രൊഫൈൽ പിക്ചേഴ്സൊക്കെ ആയിട്ട് ഇടാനായിട്ട് എല്ലാവരും എന്താണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമാണ് പോർട്രേറ്റ് മോഡ് എടുക്കുകയാണെങ്കിൽ ഇത് അതിൽ പോർട്രേറ്റ് മോഡിൽ എടുത്തൊരു ഫോട്ടോ, ഇത് രണ്ടാമത്തെ എടുത്തൊരു ഫോട്ടോ കുറച്ചുകൂടി ഡെപ്ത് ഓഫ് ഫീൽഡ് അറിയാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാം സൈഡിലുള്ള എല്ലാം ബ്ലർ ചെയ്തിട്ട് അത്യാവശ്യം എഡ്ജസ് ഷാർപ്പാക്കി ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്തേക്കുന്ന പോലെ തന്നെ ഒരു ഔട്ട്പുട്ടാണ് OPPO ഇതിൽ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ബോക്കെ OPPO പറയുന്നത് ഡൈനാമിക് ബോക്കെ എന്നാണ്. ഡൈനാമിക് ബോക്കെ എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അത് നമുക്ക് നോർമൽ പോർട്രേറ്റ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിലെ വീഡിയോ ഫീച്ചർ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ നമുക്ക് 4K at the rate 30 frames per second വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. കൂടാതെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമേജ് സ്റ്റെബിലൈസേഷൻ അൾട്രാ സ്റ്റഡി മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. എന്നുവെച്ചാൽ അൾട്രാ സ്റ്റഡി വീഡിയോസ് നമുക്ക് ഷെയ്ക്കില്ലാതെ നമുക്കൊരു ഗിംബാൽ അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യാതെ നമുക്ക് ഷെയ്ക്കില്ലാതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് അൾട്രാ സ്റ്റഡി മോഡിൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഷെയ്ക്കുകളെല്ലാം ബാലൻസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ടായിരിക്കും ഈ ക്യാമറ നമുക്ക് തരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് OPPO F19 Pro Plus'ൻ്റെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4310 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. കൂടാതെ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് OPPOയുടെ തന്നെ 50 വാട്ട് ഫ്ലാഷ് ചാർജിങ് ഇതിൽ എനേബിൾഡ് ആണ്. 50 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജറാണ് നമ്മൾ നേരത്തെ അൺബോക്സിങ്ങിൽ കണ്ടത്. ഇതിൽ 10 മിനിറ്റ്സ് കൊണ്ടിട്ട് 37% ചാർജ് ഈ ഫോൺ എൻഷുർ ചെയ്യുന്നുണ്ട്. കൂടാതെ 30 മിനിറ്റ്സ് കൊണ്ടിട്ട് നമുക്ക് ബാറ്ററി 84% ചാർജ് ചെയ്യും. 100% ആവാൻ വെറും 44 മിനിറ്റ്സ് ആണ് ഈ 4310 mAh ബാറ്ററിക്ക് ആവശ്യമുള്ളത്. ഇതാണ് OPPO F19 Pro Plus'ൻ്റെ പ്രത്യേകതകൾ. കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്യാതിരുന്ന OPPO F19 Pro കൂടി വരുന്നുണ്ട്. F19 Proയും ഇതും തമ്മിൽ വരുമ്പോൾ OPPO F19 Proയ്ക്ക് 30 വാട്ടിൻ്റെ വൂക്ക് ചാർജിങ് ടെക്നോളജിയാണ് വരുന്നത്. ബാറ്ററി സെയിം ആണ്. പിന്നെ അതിൽ വരുന്നത് 5G എനേബിൾഡ് അല്ല. F19 Pro Plus'ലാണ് 5G എനേബിൾഡ് ആയിട്ടുള്ളത്. F19 Pro Plus വെച്ചുള്ള പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ 5G എനേബിൾഡ് ഹാൻഡ്സെറ്റ് അല്ല. കൂടാതെ ഇതിൽ വരുന്നത് വൂക്ക് ചാർജിങ് ടെക്നോളജി 30 വാട്ട്സിൻ്റെ വൂക്ക് ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത ഇതിൻ്റെ സെൽഫി ക്യാമറ 16 മെഗാ പിക്സലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ. F19 Pro Plus നമ്മൾ കണ്ടത് 32 മെഗാ പിക്സലായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുമ്പോൾ MediaTek P90 പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. നേരത്തെ നമ്മൾ കുറേ കൂടി MediaTekൻ്റെ അഡ്വാൻസ് 800 ഡയമൻസിറ്റി പ്രൊസസ്സറായിരുന്നു. ഇതിൽ വരുന്നത് MediaTek P90 പ്രൊസസ്സറാണ്. ഇത്രയും വ്യത്യാസങ്ങളാണ് ആക്ച്വലി F19 Proയും F19 Pro Plus നമ്മൾ അൺബോക്സ് ചെയ്ത ബോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. Pro Plus'ും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇത് OPPOയുടെ പെൻഡാമേനകയിലുള്ള ഷോറൂമാണ് നമ്മൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ചെയ്തത്. ഇവിടെ നമുക്ക് OPPOയുടെ എല്ലാ ആക്സറീസും OPPOയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആക്സറീസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹെഡ്സെറ്റ്സ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്സ്, ചാർജേഴ്സ്, ചാർജിങ് കേബിൾസ്, വൂക്ക് ചാർജേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ആക്സറീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ OPPOയുടെ സ്മാർട്ട് വാച്ചസ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഡെമോ ഹാൻഡ്സെറ്റ്സും അവൈലബിൾ ആണ്. ഒരു കസ്റ്റമർക്ക് ഫോണുകൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഡെമോ കൗണ്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാഫ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് OPPO പെൻഡാമേനക എറണാകുളത്തുള്ള പെൻഡാമേനക കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് OPPOയുടെ ഷോറൂം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾക്ക് അതനുസരിച്ചുള്ള ഇംപ്രവൈസേഷൻ ഞങ്ങളുടെ വീഡിയോസിൽ ഇൻ ഫ്യൂച്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഇനി തുടങ്ങി നിങ്ങൾ എപ്പോഴും നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ ഫാക്ട്സ് ആൻഡ് ഫേവറേറ്റ്സിൻ്റെ ടീഷർട്ട് വെച്ചായിരിക്കും നിങ്ങൾ കാണുക. താങ്ക് യു.